നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. കാനഡയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള പോരാട്ടത്തിൽ കാനഡ ഒടുവിൽ വിജയിച്ചേറി. ഇനി ഇന്നാണ് വമ്പൻ പോരാട്ടങ്ങളുടെ ദിവസം. ബ്രസീൽ ഇറങ്ങുന്നു, ജർമ്മനി ഇറങ്ങുന്നു, നെതർലൻഡ്സും മൊറോക്കോയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. യെസ്, വേൾഡ് കപ്പ് ഇപ്പോഴാണ് ശരിക്കും വേൾഡ് കപ്പ് ആയത്. സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ബ്രസീലും ജപ്പാനും തമ്മിൽ കളിക്കുന്നത്. റൗണ്ട് ഓഫ് 32 പോരാട്ടം. കഴിഞ്ഞ ഒക്ടോബറിൽ ബ്രസീലിനെ ഫ്രണ്ട്ലി മത്സരത്തിൽ തോൽപ്പിച്ചതിൻ്റെ ആവേശത്തിൽ ബ്രസീലിനെ വെല്ലുവിളിക്കുന്നു. ബ്രസീലിനെ അങ്ങ് മലർത്തിയടിച്ച് കളയും എന്ന തരത്തിൽ ജപ്പാന്റെ കോച്ചും താരങ്ങളും ഒക്കെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കളിക്കളത്തിൽ അതിന് മറുപടി കൊടുക്കാൻ പറ്റുമോ കാർലോ ആഞ്ചലോട്ടിക്കും സംഘത്തിനും എന്നുള്ളതാണ് ചോദ്യം. നെയ്മർ ജൂനിയർ ഈ മത്സരം കളിക്കും, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. കഴിഞ്ഞ കളിയിൽ കളിച്ച അതേ 11 കൊണ്ട് ബ്രസീൽ ഇറങ്ങും. അതേസമയം മറുഭാഗത്ത് ജപ്പാന് ടക്കെഫുസൊക്കെ പോയി കളിയും കളിക്കില്ല എന്ന് കോച്ച് ഹാജിമെ മൊഴിയാസു സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും കാത്തിരിക്കാം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഹൂസ്റ്റണിൽ നടക്കുന്ന ഈ മത്സരത്തിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്ക് ജർമ്മനി കളിക്കാനിറങ്ങുന്ന. ഗ്രൂപ്പ് സ്റ്റേജിൽ കൊറസാവോക്കെതിരെ വലിയ രൂപത്തിൽ ഗോളടിച്ചു കൂട്ടിയെങ്കിലും പിന്നീടുള്ള 2 കളിയിലും ജർമ്മനി നന്നായിട്ട് വിയർത്തു. ഇപ്പം ഇക്കഡോറിനെതിരെ, ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്കഡോറിനെതിരെ തോറ്റിട്ടാണ് വരുന്നത്. മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമായ പരാഗ്വെ ജർമ്മനിയെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ കളിയിലെ ഫേവറേറ്റ്സ് സംശയമില്ല, അത് ജർമ്മനി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 ഈ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 ഏറ്റവും സൂപ്പർ പോരാട്ടം വരുന്നത്. ഒരു കട്ട പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. നെതർലൻഡ്സും മൊറോക്കോയും തമ്മിൽ നേർ ഏറ്റുമുട്ടുകയാണ്. മൊറോക്കോ ആദ്യ കളിയിൽ ബ്രസീലിനെ വിറപ്പിച്ചു, പിന്നത്തെ 2 കളി ജയിച്ചു കയറി. പക്ഷേ ബ്രസീലിനെതിരെ കളിച്ചത് മികവ് പിന്നെ ആവർത്തിച്ചു എന്ന കാര്യം സംശയമുണ്ട്. അതേസമയം നെതർലൻഡ്സ് ആദ്യ കളി സമനില, പിന്നെയുള്ള 2 കളികളിലും അവരുടെ കരുത്ത് കൃത്യമായിട്ട് പ്രകടമാക്കിയിട്ടാണ് വരുന്നത്. കുമാന്റെ സംഘം മൊറോക്കോയെ മലർത്തിയടിക്കുമോ? കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.